ചേട്ടനും ജീവചേട്ടനും ബിജുദാഷനും വീണ ചേച്ചിയും സോറി വീണ ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സോറി വീണ ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്നെ കണ്ടിട്ട് ഇത്രയും ഫേമസ് ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായടാ. സോറി കണ്ണടയൊക്കെ വെച്ച് സ്റ്റൈലായി വന്നപ്പോഴത്തേക്ക് ആർക്കതിലൊരു തെറ്റ് പറ്റില്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സോറി 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 ഒരു കൺഫ്യൂഷൻ പറ്റിയത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അത് നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് എന്നെ നീ വരാതിരുന്നത്. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. കണ്ണട വെച്ചപ്പോ ഞങ്ങൾ മനസ്സിലായില്ല, അതുകൊണ്ടാണ് സോറി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എല്ലാരും വിചാരിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചേക്കുന്ന സ്റ്റൈലിലാണെന്ന്? എത്ര പേര് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്ന്? അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാരും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി എന്റെ മുഖമൊക്കെ കേട്ടോ നീര് വന്ന വെയിൽ എനിക്ക് അടി കിട്ടിയതല്ല. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നീടാ വല്ല അമ്പജാസിനും വല്ലവന്റെ വീട്ടിൽ പോയി ഞാനെന്ത് വിളിച്ചെന്ന്. ഏതായാലും ഫെബ്രുവരി 28-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ പേരെന്താ? എനിക്കറിയില്ല. നടക്കുവോ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ? എനിക്ക് അങ്ങനെയല്ല, എന്റെ സിനിമ ഞാൻ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണ്ടേ? അത് 100% ഗ്യാരണ്ടി. അയക്കുന്ന എല്ലാവർക്കും ഞാൻ മറുപടി വെക്കുന്നതായിരിക്കും. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.